ക്കുന്നവർക്ക് മനസ്സിലായി, അതിനുള്ള മരുന്നുകൾ കിട്ടി, വാഹത്തിലും സന്തോഷത്തിലുമായി ആ രോഗിക്കും ആ രോഗിയുമായി ബന്ധപ്പെട്ട കുടുംബമിത്രാദികൾക്കും അവരുടെ മുഹിബ്ബീങ്ങൾക്കൊക്കെയും ഒരു സമാധാനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. പിന്നെ രോഗങ്ങളൊക്കെ വരുമ്പോൾ സാധുവായ ഞാൻ കുറെ മുന്നേ അതിനെക്കുറിച്ച് വിശാലമായി തന്നെ നമ്മുടെ മൗലിദിന്റെ മുമ്പുള്ള അല്പാൽപ്പം സമയങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം അല്ലാഹു തആല ഒരു വ്യക്തിക്ക് ആഖിറത്തിൽ വലിയ പദവി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. റസൂലുള്ളാഹിന്റെ വ്യക്തമായ ഹദീസുകൾ ആഖിറത്തിൽ വലിയ ഒരു പദവി അള്ളാഹു അവന് കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പദവി നേടിയെടുക്കാൻ മാത്രമുള്ള അമല് അദ്ദേഹം ചെയ്തിട്ടുമില്ല. അപ്പൊ അല്ലാഹു തആല വലിയ രോഗം കൊടുത്ത് ആ രോഗത്തിനെ കുറിച്ച് ആവലാതി പറയാതെ പൊരുതികേട് കാണിക്കാതെ ക്ഷമിക്കുമ്പോ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടുപൊറുത്ത് മാഫാക്കി കൊടുത്ത് ആ കാരണം കൊണ്ട് അള്ളാഹു അവന് ആഖിറത്തിൽ കണക്കാക്കിയ ആ വലിയ പ്രതിഫലം ലഭിക്കും. പക്ഷേ സാധുക്കളായ നമ്മളിൽ പലവരും അത്തരം അഖീദപരമായ ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. പലപ്പോഴും സാധാരണക്കാർ ചിന്തിക്കുന്നത് ചിലപ്പം എന്താണ്, നമ്മുടെ പോരായ്മ കൊണ്ടാണ് നമുക്ക് രോഗം തരുന്നത്. അതുണ്ട്. അല്ലാഹു തആല ഒരാളെ ആഖിറത്തിൽ വലിയ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചാൽ രോഗങ്ങൾ കൊടുത്ത് അവനെ വിഷമിപ്പിക്കാൻ പറഞ്ഞാൽ അവനെ പരീക്ഷിക്കുക. എന്നിട്ട് അതിൽ അവനിക്ക് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ അവനിക്ക് സാധിക്കുമോ അവനിക്ക് വലിയ പദവിയാണ് കിട്ടുക. പക്ഷേ ചില രോഗങ്ങൾ നമ്മുടെ വിശ്വാസത്തെ തകരാറാക്കി കളയും. അതല്ലോ ഈ ദാരിദ്ര്യം കുഫ്രിയത്തിലേക്ക് അടുക്കുന്ന ദാരിദ്ര്യം, അതായത് ജീവിക്കാൻ യാതൊരു മാർഗമില്ലാതിരിക്കുമ്പോ പിന്നെ ഈമാൻ പിഴക്കുന്ന കാര്യങ്ങൾ വരെ ചിലപ്പം സാധാരണക്കാർ ചെയ്യും. കേരളത്തിലെ ചില പ്രദേശങ്ങളിലൊക്കെയും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ദാരിദ്ര്യ മേഖലയിലൊക്കെ ജീവിക്കുന്ന പല സാധാരണക്കാരെയും കണ്ടെത്തിയിട്ടാണ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലത്തെ ബിദ്അഈ പ്രസ്ഥാനക്കാരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കാരണം സ്വസ്ഥമായി ജീവിക്കാൻ ഒരു വീടില്ല, അല്ലെങ്കിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഒരു മാർഗമില്ല. അവരുടെ മുമ്പിലാണ് ലക്ഷക്കണക്കിന് രൂപയുമായി ഒരു ക്രിസ്ത്യൻ പാതിരിമാര് വരുന്നത്, അല്ലെങ്കിൽ ഒരു ബിദ്അഈ പ്രസ്ഥാനക്കാർ വരുന്നത്. അവരുടെ മുമ്പിൽ എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. അവരുടെ ഖൽബിലുള്ള അഖീദയല്ല അവർക്ക് പ്രശ്നം. അവരുടെ മുമ്പിലുള്ള പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ്. ആ വയറിനൊരു പരിഹാരം ആരാണോ കാണിച്ചു കൊടുക്കുന്നത്, ആ വിശപ്പിന് ആരാണോ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കുന്നത്, അവരിലേക്ക് അവരുടെ വിശ്വാസത്തിലേക്ക് ഇവർ മാറിപ്പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പറഞ്ഞത്, ഫഖർ ദാരിദ്ര്യം കുഫ്രിയത്തിലേക്ക് കൂട്ടിക്കളയുന്നു. ചിലപ്പം ഈമാൻ പിഴക്കുന്ന പല വിശ്വാസങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും പോകും. ഏതോ ആവട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കല്ല. അപ്പൊ രോഗങ്ങൾ അധികരിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ വരാൻ അത് കാരണമാകും. അള്ളാഹുവിനെ കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ വന്നാൽ അത് നമ്മുടെ ആഖിബത്ത് ഹുസ്നുൽ മോശമായ, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത മോശമായ ചിന്തയായി വന്നാൽ അത് ആഖിബത്ത് മോശമാവാൻ കാരണമാകും. അതുകൊണ്ടാണല്ലോ ഒരു രോഗിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആ രോഗി മരണത്തിന്റെ അടയാളങ്ങൾ വലുവായി കാണുന്നു, ആ രോഗി പൊരുതികേട് കാണിക്കുന്നു,
വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ആ രോഗിക്ക് ഉണ്ടാക്കി കൊടുക്കൽ രോഗിയെ സന്ദർശിക്കുന്നവന് സുന്നത്താണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, രോഗം ഒരു നിലക്ക് സാധുക്കളായ നമ്മളെപ്പോലത്തവർക്ക് നല്ലതാ. കാരണം നാളെ ആഖിറത്തിൽ സ്വർഗം ലഭിക്കാൻ മാത്രമുള്ള അമലുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്ത അമലുകളൊന്നും മഖ്ബൂലാണെന്ന് നമുക്ക് ഉറപ്പില്ല. മഖ്ബൂലാണെങ്കിൽ തന്നെ അതിന് പ്രതിഫലം നൽകൽ അല്ലാഹു തആലാക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ കുറെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് നാളെ ആഖിറത്തിൽ എത്തുമ്പോ നമുക്കതൊരു മുതൽക്കൂട്ടാകും. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഈമാനിയായ ചിന്ത, എന്തിനാ റബ്ബേ ജിന്നത്തിങ്ങനെ ഇടങ്ങറാക്കുന്ന അത്രേ ഇപ്പൊ ആവശ്യമുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് മോശമായ ചിന്ത വരിക എന്ന് പറഞ്ഞ ഇത്തരൊരു വാക്ക് ഒരു രോഗിയുടെ കൽബിൽ നിന്ന് വന്നു പോവുക. എന്തിനാ റബ്ബേ ജിന്നത്ത് ഇടങ്ങറാക്കുന്നു? സത്യം സാധാരണക്കാരുടെ കൽബില് വരുന്നു, നാവുകൊണ്ട് അത് വ്യക്തമായി പറയുന്നു. ഇന്നത്തെന്തിനാ അങ്ങനെ ഇടങ്ങറാക്കുന്നു? അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു മോശമായ ചിന്തയാണ് ആ വ്യക്തിക്ക് വന്നുപോയത്. അള്ളാഹു ഇവനത്തെ വിഷമിപ്പിക്കാണ്. പക്ഷെ അള്ളാഹു എന്നെ വിഷമിപ്പിക്കല്ല, എന്റെ തെറ്റുകൾ പൊറുക്കാനുള്ള ഒരു കാരണമാണ്. ഒരാൾ അള്ളാഹു ഒരു ദോഷവുമില്ലാതെ ഈ ദുന്യാവിൽ നിന്ന് പുറപ്പെടിക്കാൻ അള്ളാഹു ഒരാളെ തീരുമാനിച്ചു. അള്ളാഹിന്റെ തീരുമാനം എന്താ? എന്റെ ഈ അടിമ ദുന്യാവുമായി വിട്ടുപിരിയുമ്പോ ഒരു ദോഷവും അവനിക്കുണ്ടാവരുത് എന്നാണോ അള്ളാഹിന്റെ തീരുമാനം? അള്ളാഹു രോഗങ്ങൾ അവന്റെ മക്കളിലും അവന്റെ ശരീരത്തിലും അവന്റെ മുതലിലും ഒക്കെയും പരീക്ഷണങ്ങൾ നൽകും. മക്കൾക്ക് രോഗങ്ങൾ, അവന്റെ ശരീരത്തിന് രോഗങ്ങൾ, സമ്പത്തിന് നഷ്ടം, ഇങ്ങനെ അവൻ അല്ലാഹു തആല പരീക്ഷിച്ച് ആ പരീക്ഷണങ്ങളിലൊക്കെയും അവൻ അങ്ങോട്ട് വിജയിക്കുമ്പോ ഒരു ദോഷവുമില്ലാതെ അവൻ മരിക്കുന്നു. അവൻ നാളെ സ്വർഗത്തിന്റെ അവകാശിയാകുന്നു. ഏതായിരുന്നാലും അല്ലാഹു തആല അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം മാറിപ്പോകുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ തന്ന് അള്ളാഹു നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്, ഞാൻ മുമ്പ് ഉണർത്തിയതുപോലെ രാവിലെ ഒക്കെയും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാൻ. നമ്മുടെ KMIC-യുടെ ശ്രോതാക്കളെ സംബന്ധിച്ച് നമുക്കറിയാം, ഭൂരിപക്ഷവും സാധാരണക്കാരാണ്. ഈ സാധാരണക്കാർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ലഭിക്കുമ്പോൾ അവർ ക്ലാസ് റൂമുമായുള്ള ബന്ധം കൂടുതലാക്കുകയും ക്ലാസ് റൂമുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ എന്തോന്നറിയില്ല, കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ മുടങ്ങിയിട്ടുണ്ട്, ചോദ്യത്തിലൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. വിശുദ്ധമായ റബീഉൽ അവ്വൽ എവിടെങ്കിലൊക്കെ പരിപാടിയും കാര്യങ്ങളുണ്ടാകും. പിന്നെ ക്ലാസ് റൂമിൽ എത്തുമ്പോഴേക്ക് നമ്മുടെ മൗലിദിന്റെ സമയമാകും. അങ്ങനെയൊക്കെ ആയി മുടങ്ങുമ്പോ പലവരും വാട്സാപ്പിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അബൂറയ്യാൻ മുങ്ങിയോ, ഇപ്പൊ ക്ലാസ് ഒന്നും കിട്ടുന്നില്ല, ഇപ്പൊ പഴയ ക്ലാസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കിട്ടുകയാണ് എന്നൊക്കെ. ഏതായിരുന്നാലും അല്ലാഹു തആല ഇനിയും കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് സാധുവായ നമ്മുടെ ദൈനംദിനം ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരുപാട് മസ്അല, ആ മസ്അലകളുടെ കൂട്ടത്തിൽ നജസുമായി ബന്ധപ്പെട്ടത് തന്നെ ഒരു വിശദീകരണമാണ് സാധുവായ ഞാൻ രാവിലെ ഇനി ഉദ്ദേശിക്കുന്നത്. ഇപ്പോ എനിക്ക് നമ്മുടെ ക്ലാസ് റൂമുമായി വലിയ ബന്ധമുള്ള ഒരു സുഹൃത്ത്, എനിപ്പോ ആ സുഹൃത്തിന്റെ പേര് പറയുന്നില്ല, ആ സുഹൃത്ത് ഇപ്പോഴും വോയിസ് ഇന്ന് രാവിലെ എനിക്ക് വിട്ടിക്കാൻ, അദ്ദേഹം പ്രത്യേകമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയതാണ്. അപ്പൊ അവരെ ചെന്ന് നോക്കുമ്പോ അവരെ നടക്കുന്നപ്പോ എല്ലാ ഫ്ലാറ്റുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ നടക്കുന്ന കാര്യം, അതായത് ബാത്റൂം തുടക്കുന്ന മോപ്പ് എന്നല്ല പറയാ ബുസുന്, ആ തുടപ്പിന് അതിനല്ല പറയാ മോപ്പിന്, അല്ലെങ്കിൽ തുടപ്പിന് പറയാം, ഞാൻ ഇതിന്റെ പേര് എന്തോ ആവട്ടെ. ആ ബാത്റൂം തുറക്കുന്ന അതേ തുടപ്പ് കൊണ്ടാണ് ബെഡ്റൂമും തുറക്കുന്നത്. ആലോചിച്ചോട്ടെ, എന്തായിരിക്കും ആ ബെഡ്റൂമിന്റെ ഒരു അവസ്ഥ. ബാത്റൂം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അൽട്ടാ വെള്ളം തുറക്കാനും, അത് ഓരോ നാട്ടിലെ ശിഷ്ടാണ്. അദ്ദേഹം ഏതൊരു
തമിഴ്നാട്ടിന്റെ ഭാഗത്താണുള്ളത്. ആരുമല്ല, നമ്മളെ PVC അബ്ദു ആണ്. ഇപ്പൊ പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. അദ്ദേഹം ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി തിരുനെൽവേലി, എന്താണ് തിരുനെൽവേലി, എന്താപ്പാ സ്ഥലത്തിന്റെ പേര്, അതൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പൊയ്ക്കാണ്. അള്ളാഹു തആല നല്ല വിജയം അള്ളാഹു നൽകുമാറാവട്ടെ. നമുക്കറിയാം നമ്മുടെ PVC അബ്ദു നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി വലിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരു വോയിസ് അയച്ചിക്കാണ്. ഞാൻ പറഞ്ഞു വിശദമായിട്ട് ഞാൻ മറുപടി നൽകാമെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ ഈ നജസ്സുമായുള്ള ഈ ബന്ധം കാരണം ഞാൻ മുമ്പ് സാധുവായ ഞാൻ ഈ ക്ലാസ് റൂമിലേക്ക് വന്ന കാലഘട്ടത്തിൽ അത്തരം ചില കാര്യങ്ങളിലേക്ക് ഞാൻ സൂചന നൽകിയിരുന്നു. സൂചന എന്ന് കുറെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇന്നും നമ്മുടെ ഒരുപാട് സാധാരണക്കാര് ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ, അല്ലെങ്കിൽ യാത്രകളിൽ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ്സൊക്കെ ട്രെയിന് കാത്തിരിക്കുമ്പോൾ ഒക്കെ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ട്. കാരണം സാധാരണക്കാർക്ക് എന്തേ അറിയുള്ളൂ. ഞാൻ ഒന്നതിന്റെ ഭാഗം പറയാണ്, വിശദീകരണം നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇങ്ങനെ കുറേശ്ശെയായി വരും. അത് പലപ്പോഴും നമുക്ക് ഉപകരിക്കും, സാധാരണക്കാർക്ക് ഉപകരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അള്ളാഹു ഉപകാരമുള്ളത് പറയാനും ഉപകാരമുള്ളത് കേൾക്കാനും ഉപകാരമുള്ളത് പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിന്റെ മുന്നോടിയായി മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞത് മനുഷ്യൻ 4 വിഭാഗമാണ്. ഞാൻ ഉപകാരമുള്ളത് പറയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. മനുഷ്യൻ 4 വിഭാഗമാണ്. ഒരു വിഭാഗം എന്താണ്? നാവുമില്ല ഹൃദയവുമില്ലാത്തവർ. നാവുമില്ല ഹൃദയവുമില്ല. മറ്റൊരു വിഭാഗം നാവുണ്ട് പക്ഷെ ഹൃദയമില്ല. മറ്റൊരു വിഭാഗം ഹൃദയമുണ്ട് നാവില്ല. മറ്റൊരു വിഭാഗം നാവുമുണ്ട് ഹൃദയവുമുണ്ട്. ഹൃദയവും നാവുമുള്ള വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. ഏതാ നാവും ഹൃദയവും ഇല്ലാത്തവരാരാ? അതായത് സത്യം കേൾക്കാനോ നന്മ തിന്മകളെ കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ അത് മനസ്സിലാക്കാനോ ഒന്നിനും അവർ തയ്യാറല്ല. അവർ നന്മകളെ കുറിച്ച് പറയാനുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനുമില്ല, അതിനെക്കുറിച്ച് പഠിക്കാനുമില്ല. നാവില്ല അവർക്ക്, ഹൃദയവുമില്ല. അള്ളാഹു അത്തരം വിഭാഗക്കാരെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്തരം വിഭാഗക്കാരെ ഇഷ്ടം പോലെ നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാം അല്ലേ. ഈ ഓകുപാലത്തിന്റെ കുറെ അടിമകളാകുന്ന ചെറുപ്പക്കാരുണ്ട്. ഓകുപാലത്തിന്റെ അടിമകൾ. അവര് ഒഴിവുള്ള സമയങ്ങളിലൊക്കെയും ഏതെങ്കിലൊക്കെ പാർക്കില്, ഓകുപാലത്തില്, അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ മരച്ചുവത്തില് നന്മകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, കാണുന്നില്ല, പഠിക്കുന്നില്ല. എപ്പോഴും അവർ വേണ്ടാത്തരങ്ങൾ കാണുന്നു, വേണ്ടാത്തരങ്ങൾ കേൾക്കുന്നു, വേണ്ടാത്തരങ്ങൾ പറയുന്നു. അവരെ നന്നാക്കിയെടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അവരെ നന്നാക്കിയെടുക്കുമ്പോൾ അവരോട് ബന്ധപ്പെട്ട് അവരുടെ സ്വഭാവം നമ്മളിലേക്ക് പകരാതെ അവരെ നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അതിനൊക്കെ അവസരം നമുക്ക് നൽകുമാറാവട്ടെ. ഏതായാലും രണ്ടാമത്തെ വിഭാഗം ഏതാ? നാവുണ്ട് ഹൃദയമില്ല. അതാണ് നല്ല പ്രഭാഷകന്മാർ. അള്ളാഹു അത്തരം പ്രഭാഷകന്മാരെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഓലിങ്ങനെ വഴല് പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഇന്നെ തന്നെ കൂട്ടിക്കോളി. ഇപ്പൊ ആരാരിപ്പോ നമ്മൾ കുറ്റപ്പെടുത്തണ്ട. വഴലിങ്ങനെ കേട്ടാൽ എന്തോ ഒരു ഉസ്സാദുള്ള വഴല, നല്ല ശൈലി, നല്ല ചരിത്രം, ആയത്തുകൾ, ഹദീസുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ഹൃദയം മഹാപോക്കായിരിക്കും. അവര് മുമ്പാരോ പറഞ്ഞ മാതിരി വഴല് പറഞ്ഞിട്ട് സുബൈകള അങ്ങനത്തെ എന്താക്കാൻ വയല് കേൾക്കാൻ പോയിട്ടും വയല് പറയാൻ പോയിട്ടും സുബൈകളാകുക. പിന്നെ പോന്റെ വയലോന്റെ എന്താ ഉപകാരം? അപ്പോ ഈ നാവുള്ളവര് ഹൃദയമില്ലാത്തവര്, അതായത് ആത്മീയതയില്ലാത്ത പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവർക്ക് നാവുണ്ട്, നാവ് കൊണ്ട് അവരങ്ങനെ നല്ലോണം പറയും.
നല്ല നന്മകളും നല്ല വഴലുകളൊക്കെയും പറയും. പക്ഷെ അവരുടെ ഖൽബ് വളരെ മോശമായിരിക്കും. വഴല് വളരെ മോശമായിരിക്കും. അത് തിരിയാൻ വേണ്ടി നിങ്ങൾക്ക് പറയാട്ടോ. മുമ്പൊരു മൊയിലേര് നല്ല വ്യഭിചാരത്തെക്കുറിച്ച് വലിയ വഴല്, രാത്രി പാതിരാ സമയത്ത് നല്ല വഴല്, വ്യഭിചാരത്തെക്കുറിച്ചും അന്യ സ്ത്രീകളെ നോക്കുന്നതിനെ കുറിച്ചും ഒക്കെ നല്ല വഴല്. ആ വഴല് കേട്ടിട്ട് നാട്ടിലെ പാത്തുമ്മ നന്നായി ഈ മൊയിലേരെ പാതിരാ വഴല് കേട്ടിട്ട് നാട്ടിലെ പാത്തുമ്മ നന്നായി എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ വയല് പറഞ്ഞ മൊയിലേര് ഇങ്ങനെ ഒരു വൈക്ക് പോകുമ്പണ്ട് നമ്മൾ ഈ പറയപ്പെട്ട പാത്തുമ്മു വൈക്കക്ക്. അപ്പൊ പാത്തുമ്മൂനെ കണ്ടപ്പോ മൊയിലേര് പാത്തുമ്മൂന്ന് വിളിച്ചു എന്നാണ്. അപ്പൊ പാത്തുമ്മ പറഞ്ഞു, ഉസ്താദെ ഇന്നലെ രാത്രി ഇങ്ങനല്ല ആ വയല് പറഞ്ഞത്, ഇങ്ങനപ്പൊ ഇന്നെ ഈ വിളിക്കുന്നത്. അപ്പൊ പറഞ്ഞത്രേ, അത് പാത്തുമ്മോ നാട്ടുകാർക്കുള്ള വയലാണ്, അത് ഞമ്മക്കുള്ള വയലല്ല. അത് ഞമ്മക്കുള്ള വയലല്ല, അത് നാട്ടുകാർക്കുള്ള വയലാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ നല്ല നാവ്, പക്ഷെ കൽബ് മോശമാണ്. ഈ പറയുന്നത് കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാനൊരു കാര്യം തിരിയാൻ വേണ്ടി ഒരു തമാശ പറഞ്ഞു മാത്രത്തോ. അപ്പൊ അങ്ങനെ നാവുള്ളവർ, ഹൃദയമില്ലാത്തവർ, അതാണ് ഭൗതിക പ്രഭാഷകന്മാർ. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ഹൃദയമുണ്ട്, അവർക്ക് നാവില്ല. ഹൃദയമുണ്ട്, അതാണ് സാധാരണക്കാരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ, അല്ലെ? സാധാരണക്കാരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. അവർക്ക് ഹൃദയമുണ്ട്, അവർക്ക് നാവില്ല. അവരുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ ആത്മാവിനെ കുറിച്ചും അവരുടെ ആഖിറത്തെക്കുറിച്ചും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് അവർക്കില്ല. നിങ്ങള് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരുപാട് സാധാരണക്കാരുണ്ട്. ഞാൻ എപ്പോഴും ഈ മൂന്നാമത്തെ വിഭാഗം പറയുമ്പോ ഞാൻ എന്റെ കുടുംബത്തിലെ ഒരാൾ പറയാട്ടോ, ഞങ്ങളെ പറ്റിയിട്ടല്ല പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ ഉപ്പയെ പോലെ, എൻ്റെ ഉമ്മയെ പോലെ, എൻ്റെ വലിയ അമ്മോന്. ഒരു വിവരമില്ലാത്തൊരു മനുഷ്യനാണ്. അതായത് അദ്ദേഹത്തിന്റെ വിവരം എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ വിവരം എത്രയേ ഉള്ളൂ, ഈ പഴയ കാലത്തേക്ക് ഈ 10 കിതാബിനൊരു പരിഭാഷ ഉണ്ടായിന്, കണ്ടവരുണ്ടത്. ഇന്നൊന്നും നമ്മളെ സാധാരണക്കാർ അങ്ങനത്തെ കാര്യേ ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പൊ അതിങ്ങനെ കാണാനില്ല. പഴയ കാലത്ത് ഈ 10 കിതാബില് നൂറുൽ അബ്സാർ അങ്ങനത്തൊരു കിതാബുണ്ട്. ഈ 10 കിതാബിൽ പെട്ടൊരു കിതാബാണ് നൂറുൽ അബ്സാർ. ശബ്ദമൊക്കെ അല്ലേ? ആ നൂറുൽ അബ്സാറിന് ഒരു പരിഭാഷ ഉണ്ടായി. പരിഭാഷ എന്നല്ല പറയാ, തർജുമാനാണ് പറയാ. എന്നാൽ എൻ്റെ അമ്മോന് അത് വാങ്ങി. കാരണം ഈ പഴയ കാലത്തെ ആൾക്കാർക്ക് അറബി മാഷാ അല്ലാഹ് നല്ലതാ. അതൊക്കെ ഈ ആ നൂറുൽ അബ്സാറിന്റെ ഒക്കെ ഒരു തർജുമ, പരിഭാഷ അല്ല. ഇന്നിപ്പോ പരിഭാഷ എന്നാണ് വെറും വാക്കാത്ത എഴുതല. തെർജുമ അങ്ങനെയല്ല. തെർജുമ അതിന്റെ വാക്കാർത്ഥം എഴുതി ചിലപ്പം ബ്രാക്കറ്റിൽ ഒരു ചെറിയ വിശദീകരണക്കും കൊടുക്കും. അങ്ങനെ ആക്കാവുമ്പോൾ തെർജുമാവുക ഇരിക്കട്ടെ. അപ്പോ ഈ 10 ഈ നൂറുൽ അബ്സാറിന്റെ തെർജുമ എന്റെ അമ്മോന് വായിച്ചു മനസ്സിലാക്കും. നിസ്കാരത്തിന്റെ ഈ ഇന്ത്യക്ക് ശാസ്ത്രം ഫർളൊക്കെ മനസ്സിലാക്കാൻ. അതേമായിക്ക് തന്നെ അദ്ദേഹം കൂലിപ്പണിക്കാരന, പാദത്ത് പണിയെടുക്കുന്ന വ്യക്തിയാണ്. കൂലിപ്പണിക്കാരൻ രാവിലെ ചായ കൊടിച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാക്കിയയും സൂറത്തുൽ റഹ്മാനും ഓതാത്ത ഒരു ദിവസമില്ല. എന്താണെങ്കിലും സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ വാക്കിയയും സൂറത്തുൽ റഹ്മാനും അത് എന്നും ഓതും. റമദാനൊക്കെ ഖുർആൻ അധികം ഓതും, ഇതെന്നും ഓതും. പണിക്ക് പോകുമ്പോ ഒരു തുണി അധികം കൈവശം വെക്കും. നോക്കി നിങ്ങള്, നമ്മൾ പണ്ഡിതന്മാർ ചിലപ്പം കൗലും കീലും ഒപ്പിച്ച് ജമ്മ അങ്ങത്താക്ക ജമ്മ ഇങ്ങത്താക്ക, അവിടെ അങ്ങനെ ഒരു കൗലുണ്ട്, ഇവിടെ അങ്ങനെ ഒരു കൗലും കീലും ഒപ്പിക്ക. എന്റെ കാക്ക ജോലിക്ക് പോകുമ്പോ ഒരു തുണി ഒപ്പം കൊണ്ടുപോകും. അതെന്തിന്? ബാങ്കിന്റെ സമയമായാല് പാദത്താണല്ലോ. പഴയ കാലത്തേക്ക് ഈ പാദത്തിന് പറഞ്ഞാൽ ഈ തേകാൻ ഉപയോഗിക്കുന്ന കയറും ബക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ പാദത്തും ഇപ്പഴല്ലേ ഇപ്പൊ ഈ പാദത്തുള്ള കിണറ്റിലൊക്കെ വെള്ളം ഇല്ലാതായി. പഴയ കാലത്താണല്ലോ. പാദമൊക്കെ ആണെങ്കിൽ എല്ലാ കിണറ്റിലും വെള്ളം ഉണ്ടാവും, തേകാനുള്ള തേക്കൊറ്റ ഉണ്ടാവും, വെള്ളം കോരി കയ്യും കാലും കഴുകാനും ഒതുണ്ടാക്കാനൊക്കെ പാദത്തന്നെ സൗകര്യം ഉണ്ടാവും. അങ്ങനെയാണല്ലോ കൃഷി ഉണ്ടാക്കിയതല്ലേ.
ഇപ്പോഴല്ലേ ഈ മൂത്തറും പൈപ്പും ഇഞ്ചിനൊക്കെ വന്ന് അല്ല നമ്മുടെ അബുസ്തുന ഏത്താൻ കൊട്ട. പഴയ കാലത്ത് ഇപ്പോൾ 4 ഏക്കറ കൃഷിസ്ഥലമാണെങ്കിൽ ഒരു 10 കിണറുണ്ടാവും. ഒരു 10 കിണറുണ്ടാവും. ആ ഓരോ കിണറ്റിന്റെ ഭാഗത്തും അബുസ്തുനൂന്റെ ഭാഷയിൽ ഏത്താൻ കൊട്ട ഉണ്ടാവും. വെള്ളം കോരി ആ പാദത്ത് ആ നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കും. പഴയ കാലത്തൊക്കെ ഈ പാദത്ത് പണിയെടുക്കുന്നവർക്ക് എന്താ ചെയ്യുക? കഞ്ഞി അങ്ങോട്ട് എത്തിക്കല അല്ലേ? ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ കലക്ട് വാങ്ങിക്കൊടുക്കാൻ നേരത്തെ പണി നിർത്തിയിട്ട് 2 മണിക്കൂർ ലീവാണ്. പിന്നെ അവർ ഭക്ഷണം കഴിച്ചിട്ട് 2-ാം മണിക്ക് ഇറങ്ങുക. പഴയ കാലത്ത് കൃഷിപ്പണി ചെയ്യുന്നവർക്ക് അവർ കഞ്ഞി അവർ ഇങ്ങോട്ട് വരൂല. അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ മക്കളാരെങ്കിലും, അന്നൊന്നും ചോറില്ലല്ലോ, കഞ്ഞിയും പുമ്മലും അല്ലെങ്കിൽ ഉണക്കൽമീൻ പൊളിച്ചതും ഇതേറ്റ് അങ്ങോട്ട് കൊണ്ടുപോയിക്കല. അപ്പൊ എന്റെ കാക്കാക്കല്ലേ ഈ ഭക്ഷണം കാക്കാന്റെ വീട്ടിൽ അമ്മായിയോ ആരെങ്കിലും അങ്ങോട്ട് എത്തിക്കും. ആ കഞ്ഞി കുളിച്ച് ഏത്താൻ കൊട്ടേറ്റ് എന്തെങ്കിലും വെള്ളം തേകി കയ്യും കാലും തേച്ചേക്ക് നിസ്കരിക്കും. നോക്കിങ്ങള്, ചിലപ്പം ഒരു 10 കൊല്ലം കിതാബ് ഒരു പഠിച്ച ഒരു മൊയിലേ അങ്ങനെ ചെയ്യൂല. ഇന്നെപ്പോലത്തെ മൊയിലേ അത്രയപ്പം ഞാൻ പറഞ്ഞു. ഇന്നെപ്പോലത്തെ ഒരുത്തന്നെ അങ്ങനെ ചെയ്യൂല. ഞാൻ അത്രയപ്പം അതിനെ കുറിച്ച് പറഞ്ഞല്ല. എല്ലാ മൊയിലന്മാരും പറ്റിയല്ല. അത് ഞാൻ പറഞ്ഞു. സ്വാലിഹീങ്ങള് അവരുടെ കൽബ പറയുന്നത്. അവരുടെ കൽബ്, അവരുടെ ശരീരം, അവരുടേതായ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായതൊക്കെ എന്ത് ചെയ്യും? അവർ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഈ പാദത്തിൽ നിന്ന് നിസ്കരിക്കും. ളുഹുറും അസ്റും പിന്നെ മഗ്‌രിബി അശി സുബഹിക്കും പെരയിലും വന്ന് നിസ്കരിക്കും. അങ്ങനെ 11 മാസം. നോക്കി നിങ്ങൾ, എന്റെ കാക്കാന്റെ ഞാൻ ഈ 3ാമത്തെ ഒരു ഉദാഹരണം ഞാൻ എവിടെ പറയുമ്പോൾ എന്റെ കാക്കാനെ ഞാൻ പറയാറുള്ളത്. കാരണം എന്റെ കാക്കാന്റെ ആ ജീവിതം ഞാൻ നേരിട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? ഏകദേശം 11 മാസേ കൂലിപ്പണിക്ക് പോവുള്ളൂ. 11 മാസം, 12ാമത്തെ മാസം അഥവാ 2ാം മാസം. ആ 11 മാസവും ഒരു പെട്ടുണ്ട്. ഒരു ചെറിയ നമ്മൾ ഈ ഉന്തികാനൊക്കെ പറയും. എന്ത് ചെയ്യും? ഓരോ ദിവസം കിട്ടുന്ന ഒരു അല്പം കാശ് ഈ പെട്ടിയിൽ ഇട്ടേക്കും. അതെന്തിനാ? 2ാം മാസത്തിൽ പണിക്ക് പോവില്ല. കാരണം നോമ്പ് വെച്ച് പണിക്ക് പോയാൽ ഖുർആനോത്ത് മുടങ്ങും, നിസ്കാരം മുടങ്ങും, ഇബാദത്ത് മുടങ്ങും. അപ്പൊ 2ാം മാസത്തിലും ജീവിക്കണ്ടേ? അപ്പൊ അവരെന്ത് ചെയ്യും? ആ 11 മാസത്തിൽ നിന്നും ഒരു ചില്ലറ സംഖ്യ എന്ത് ചെയ്യും? ഈ പെട്ടിയിൽ അവർ സൂക്ഷിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാണ്. അവരൊക്കെയും അവർക്ക് ജന്മം നൽകിയവരും ആ കോലത്തിലായിരുന്നു. എൻ്റെ ഈ കാക്കാന്റെ വാപ്പ, അതായത് എൻ്റെ ഉമ്മാടെ വല്ലിപ്പ, നമ്മൾ മധുഹായിട്ട് നമ്മൾ സാധാരണക്കാരുടെ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കാൻ. ഈ വല്ലിപ്പ, ഇക്കാക്കാന്റെ വാപ്പ ഇതേമാതിരി കൂലിപ്പണിക്കാരനാണ്. ആ വല്യാപ്പ ഒരിക്കൽ പാടത്തു കൂടെ അങ്ങനെ പോവുക. പാടത്തു കൂടെ പോകുമ്പോ ഒരു നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് റൂഹാനി പക്ഷി. അത് കേട്ടുകണോ? അതായത് അത് സാധാരണക്കാർക്ക് അതിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അത് സാധാരണക്കാരുടെ വിശ്വാസം എന്ന് വെച്ചാൽ അത് അമിതമായി കരഞ്ഞാൽ അന്ന് ആരെങ്കിലും ഒരാൾ മരിച്ച വാർത്ത കേൾക്കുന്നു. അങ്ങനെ അതിന് ഞങ്ങളെ വൈക്കൊക്കെ പറയാ റൂഹാനി പക്ഷി എന്നാണ്. അത് അമിതമായി കരഞ്ഞാൽ അതൊരു നമുക്ക് വിശ്വസിക്കാൻ പാടില്ലട്ടോ. പക്ഷിശാസ്ത്രം നമുക്കില്ല. പക്ഷെ എന്നാൽ ഞാൻ സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ പറയാണ്. കാരണം ഇപ്പൊ ഈ കുറ്റിച്ചൂലാൻ എന്ന് പറഞ്ഞ ഒരു ജീവിണ്ട്, ഒരു ജീവിണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ കൈപ്പുറം വൈക്കൊക്കെ കുറ്റിച്ചൂലാൻ രാത്രി ശബ്ദിച്ചാല് കുഗ്ഗാനൊക്കെ അതിന് പറയാം. നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ ഒരാൾ മരിച്ച വിവരം കേൾക്കുന്നതാണ്. അപ്പൊ ഞങ്ങളെ വഴിക്കൊക്കെ മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നേരം വെളുത്തിക്കുന്ന ആൾക്കാർക്ക് കുറ്റിച്ചൂലാൻ പുകിയ പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാ. അബ്ബെ ആര് മരിച്ച വിവരാണ് വരികയെന്നുള്ളൊരു വേജാല. എന്നാൽ പരപ്പനങ്ങാടി, താനൂര്, കടപ്പുറം ഏരിയകളിലുള്ള താമസിക്കുന്ന പൂസിലിയന്മാർക്ക് കുറ്റിച്ചൂലാൻ പുകാനാണ് ഭയങ്കര സന്തോഷം. കാരണം അവരുടെ വിശ്വാസപ്രകാരം രാത്രി സമയത്ത് കുറ്റിച്ചൂലാൻ പുകിയാല് പിറ്റേ ദിവസം കടലിൽ മീൻ ഉണ്ടാവുന്നതാണ് അവരുടെ വിശ്വാസം. കൈപ്പുറം വൈക്ക് കുറ്റിച്ചൂലാൻ പുകിയ ആരെങ്കിലും മരിക്കുന്നതാണെങ്കിൽ പൂസ്ലിയമാരുടെ വിശ്വാസം കുറ്റിച്ചൂലാൻ പുകിയ പിറ്റേ ദിവസം കടലിൽ ചാകര അല്ലെങ്കിൽ കണ്ടമാനം മീൻ കിട്ടുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ പക്ഷിശാസ്ത്രം അത് ഇസ്ലാമികമല്ല. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ ചില വിശ്വാസങ്ങൾ. അതായത്
അടുപ്പിൽ തീ ആളിക്കത്തിയ വിരുന്നേര് വരുന്നു. സാധാരണ വെറും കൊല്ലി കത്തിക്കണ മാതിരി കത്തിച്ചതാണ് 10 മണിക്ക് ചോറുണ്ടാക്കാം. പക്ഷെ ഒരു ദിവസം എന്ത് ചെയ്യാണ്, വിറക് തീ ആളിക്കത്തിയാൽ വിരുന്നേര് വരും. കാക്ക ഉച്ചന്റെ മുന്നേ കാക്ക കൊരുകിയാൽ വിരുന്നേര് വരും. ഉച്ചന്റെ ശേഷം കാക്ക കൊരുകിയാൽ മരണം സംഭവിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല പക്ഷിശാസ്ത്രങ്ങളുണ്ട്. നമുക്കതിലൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഏതാവത്തെന്റെ കാക്കാന്റെ വാപ്പ, അതായത് ഉമ്മാന്റെ വാപ്പ, എന്റെ ഉമ്മ വൈക്കല്ല വല്ലിപ്പ, ഒരു ദിവസം പാടത്തു കൂടെ അങ്ങനെ പോകുമ്പോ ഞാൻ ഈ മൂന്നാമത്തവരെ ഒന്ന് മനസ്സിലാക്കി തരിക, അവരിലെങ്കിലും അള്ളാഹു നമ്മെ പെടുത്തി തരുമാറാവട്ടെ എന്ന് നമ്മൾ ദ്വാരിക്കാൻ വേണ്ടി. നമുക്ക് വിവരമില്ലാന്നും പറഞ്ഞെങ്ങാണ്ട് തമ്മാതിത്തരം ചെയ്യല്ല വേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താൻ. ഏതായാലും ഈ വല്യാപ്പ ഈ പാടത്തു കൂടെ അങ്ങനെ പോകുമ്പോ ഈ പക്ഷിയില്ലേ, ഇപ്പൊ നമ്മളീ പറഞ്ഞ റുഹാനി പക്ഷി തലത്തിങ്ങനെ അടിച്ച് കരയാത്തത്, പാടത്ത് തലത്തിങ്ങനെ അടിച്ചിങ്ങനെ കരയാൻ, ഭയങ്കര കരച്ചല്. അപ്പൊ കാക്ക എന്റെ വല്യപ്പ ഈ പക്ഷിനോട് പറഞ്ഞത്, ഇത് കരയല്ലേ, സമയമായിട്ടില്ല എന്നാണ്. നോക്കി നിങ്ങള്, അതൊക്കെയാണ് സാധാരണക്കാരുടെ ഒരു അവസ്ഥ നോക്കാൻ. ഒരു ആലിമ് 10 കൊല്ലം കിതാബ് ഓതിയാൽ എനിക്കായി തെക്ക് ഈമാനും ഉണ്ടായിക്കോന്നില്ല. ആ പക്ഷിനോട് ഈ വല്യാപ്പ പറഞ്ഞത്ര, ഉമ്മാടെ ഇക്കാക്കാന്റെ വാപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മാടെ വാപ്പ കരയായിട്ടില്ല, ഇത് അങ്ങനെ തല തടിക്കണ്ട, സമയമായിട്ടില്ല. അങ്ങനെ അന്ന് മൈരിബിക്ക് ഉമ്മ പറയാണ്, മൈരിബിക്ക് വാപ്പ, ഒരു വാപ്പാന്നല്ല പറയാം അല്ലേ, അബുസുനോ ഞമ്മലല്ല ഇപ്പൊ ഈ ഉപ്പ എന്നൊക്കെയും പറയാം. പഴയ കാലത്തെ ആൾക്കാർ വാപ്പാന്നാണ് പറയാം. വാപ്പ പനിയൊക്കെ മാറ്റി വന്ന് മൈരിബിലെ നേരത്ത് വാപ്പ പറഞ്ഞുനാണ് ഉമ്മ പറഞ്ഞത്, ഭക്ഷണം കഴിക്കണ്ടോലൊക്കെയും ഭക്ഷണം കഴിച്ചോലി, അഹമ്മദ് ഇന്ന് 10 മണിക്കും മരിക്കുന്നു. വല്യാപ്പാന്റെ പേര് അഹമ്മദ് എന്നായിരുന്നു. വെറും സാധാരണക്കാരനാ. പക്ഷെ അവരുടെ 5 വക്ത് നിസ്കാരവും ആ ഖുർആനോത്തും ആ റമദാൻ മാസത്തിലെ നോമ്പും ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ ആ കൽബിലുള്ള വിശ്വാസവും വിവരങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ കറക്റ്റായി അഹമ്മദ് എന്ന് മരിക്കും, ഭക്ഷണം കഴിക്കണ്ടോലൊക്കെ ഭക്ഷണം കഴിച്ചോലിന്നാണ്. അപ്പൊ ഉമ്മ പറയാണ്, അതൊരു തമാശയായി കൂട്ടി എല്ലാവരും അതൊരു തമാശയായി കൂട്ടി, ആരും അതൊരു കാര്യമാക്കിയില്ല. അപ്പൊ വാപ്പ അങ്ങനെ പലതും പറയുന്നതാണ്. രാത്രി 10 മണിയായപ്പോ നീണ്ടു അവിടെ കിടന്ന് മരിച്ചൊരു സംഭവം ഉണ്ടായി എന്റെ ഉമ്മ പറയാം. അപ്പൊ നോക്കി, അവര് സാധാരണക്കാർ, പക്ഷെ അവരുടെ കൽബും അവരുടെ ശരീരവും അവർ നന്നാക്കാൻ നോക്കി. പക്ഷെ അവർക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ നാവ് അവരേക്കല്ല. അതാണ് മഹാനായ ജീലാനി തങ്ങൾ പറഞ്ഞത്, കൽബുള്ളവര് നാവില്ല. അത് ഇത്തരം സാധാരണക്കാരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. അള്ളാഹു ആ വിഭാഗത്തിലെങ്കിലും നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അത്തരം സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്തി തരട്ടെ. ഇപ്പൊ നിങ്ങളൊക്കെ മൂന്നാക്കപ്പള്ളി അങ്ങനത്തെ പല്ലുണ്ട് വളാഞ്ചേരി ഭയങ്കര ഫലാണ് അങ്ങനത്തെ. ഇപ്പൊ നിങ്ങൾക്കും കേട്ടിട്ടുണ്ടാവും, മൂന്നാക്ക പള്ളിക്കല ഐരി വിധാനം. എത്രയോ സാധാരണക്കാർ ഇന്ന് ജീവിക്കുന്നത് മൂന്നാക്ക പള്ളിക്കല ഐരി കൊണ്ടാ. കാരണം ഒരുപോലെ അങ്ങോട്ട് നേർച്ചയാക്കിയാൽ വലവർക്കും ഫല. ഞങ്ങൾ മൂന്നാക്ക പള്ളിക്ക പോയൊക്കെ അങ്ങനെ വലിയൊരു മക്കാമോ കാര്യമൊന്നും അവരില്ല. പക്ഷെ അവരെ എത്രയോ പഴക്കം ചെന്ന മുഅ്മിനീങ്ങളാ. വെറും സാധാരണക്കാരായ ഇബാദത്തുകളിലും അവരുടെ നഫ്സും അവരുടെ ശരീരവും അവർ ആത്മീയമായി ശ്രദ്ധിച്ച് ജീവിച്ച ഒരുപാട് സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതൊക്കെ വലിയ ബറക്കത്തുണ്ടാവും. ഞാൻ ഒരു കാര്യം പറയാത്ത, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം, നിങ്ങളാരും അത് ശ്രദ്ധിക്കണുണ്ടോ ഇല്ല എനിക്ക് അറിയില്ല. അബുസിനു ഒരു ജുമാഅത്ത് പള്ളിയുടെ മക്ബറ, നമ്മളെ ഈ ഖബർസ്ഥാന്റെ അടുത്ത് കൂടെ പോകുമ്പോ ഒരു സലാം പറയാം. സലാം പറഞ്ഞാൽ മതി, ഈ ഖബർസ്ഥാനിലെ മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെ ബറക്കത്ത് കൊണ്ട്. ഞാൻ ഏത് യാത്രയിൽ ജുമാഅത്ത് പള്ളിയുടെ സൈഡിൽ പോകുമ്പോ ഞാൻ ചെയ്യുന്ന ഒരു പണി, ഒന്ന് സലാം പറയും. അപ്പൊ ഈ ഖബർസ്ഥാനിൽ എത്രയോ മുഅ്മിനീങ്ങൾ കിടക്കുന്നുണ്ട്. ആ മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെ ബറക്കത്ത് കൊണ്ട് ആഖിബത്ത് നന്നാക്കണേ. അവരുടെ ഒരു കൂടെ നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ. ചിലപ്പം നമ്മള് വലിയ വലിയ മക്കാമിൽ പോയി ദുആനേക്കാൾ ദുആ ഉണ്ടാവും. ചിലപ്പം വളരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ഒരു തെറ്റും ചെയ്യാത്ത
എത്രയോ സാധാരണക്കാരുള്ള ഒരു ഖബർസ്ഥാനായിരിക്കും ഒരു മഹലിന്റെ ഒക്കെ ഖബർസ്ഥാനം. അപ്പൊ ഈ സാധാരണക്കാരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്. ചുരുക്കി പറയാ, എന്റെ ഇപ്പൊ ഞാൻ കാക്കാന്റെ കൂട്ടാ പറഞ്ഞത്, ഈ കാക്ക ഈ 11 മാസം പണിക്ക് പോകും. 12ാമത്തെ മാസമാവുന്ന റംസാൻ മാസം പണിക്ക് പോവാതെ ആ 11 മാസത്തിൽ നിന്ന് സമ്പാദിച്ച സംഖ്യ കൊണ്ട് ഭക്ഷണം വാങ്ങി ഹത്തം തീർക്കലും തറാവീഹ് നിസ്കാരവും ഇബാദത്തും കാര്യം എല്ലാ കാര്യങ്ങളായി കഴിഞ്ഞിറക്കും. ഏതായിരുന്നാലും മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അവരുകൾ പറഞ്ഞതെന്താ, 3ാമത്തെ വിഭാഗം ഹൃദയമുള്ളവര്, നാവില്ലാത്തവർ. അത് സാധാരണക്കാരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളാണ്. അവർക്ക് അവരുടെ കൽബ്, ഹൃദയം, അവരുടെ കൽബ് വളരെ അവരുടെ ആത്മീയത നിലനിർത്താൻ ആവശ്യമായ ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യവും അതവർ ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷെ മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കാൻ അവർക്ക് സാധ്യമല്ല. അതിനുള്ള വിവരമോ കാര്യമോ ഒന്നും അവർക്കില്ല. അള്ളാഹു അത്തരം സാധാരണക്കാരായ സ്വാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മുടെ ഈമാനിനെയും പൂർത്തീകരിച്ചു തരട്ടെ. ഇനി 4ാമത്തെ വിഭാഗം, നാവുമുണ്ട് ഹൃദയവുമുണ്ട്. അതാണ് ഉഹറവിയായ പണ്ഡിതന്മാർ. അവരുടെ കൽബ് വളരെ സംശുദ്ധമാണ്, അവരുടെ നാവും സംശുദ്ധമാണ്, അവരുടെ സ്വന്തം ശരീരത്തെ അവർ വളരെ ശ്രദ്ധിക്കുന്നു കൽബ് ശുദ്ധീകരിക്കാനും. അതോടൊപ്പം തിന്മയിൽ ജീവിക്കുന്ന സാധാരണക്കാരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ ആവശ്യമായ നല്ല നല്ല ഉപദേശ നിർദ്ദേശങ്ങളും. അതാണ് ഉഹറവിയായ പണ്ഡിതന്മാർ. മാതൃകാപരമായ ജീവിതം, അതായത് ഒരു സാധാരണക്കാരൻ്റെ അടുക്കൽ മോശമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ച് ജീവിക്കുന്നവർ. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. അല്ലാഹു തആല ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ AP ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ചിലപ്പോൾ നിങ്ങൾ വടശ്ശേരി അസം മുസ്ലിയാരുടെ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് മറന്നവരായേക്കാം. ഞാൻ അങ്ങനത്തെ ഞാനിങ്ങനെ ലൈവൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളും അങ്ങനെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലൈവ് കേൾക്കുമ്പോൾ, ഇനി റെക്കോർഡായിക്കോട്ടെ, റെക്കോർഡാവുമ്പോൾ ഒരു നോട്ട്ബുക്കും ഒരു പേനും നമ്മുടെ മുമ്പിൽ വേണം. അല്ലവരൊക്കെ ഒരു റിസർച്ചാണ്. ഒരു വയലോ ഒരു പ്രഭാഷണമോ കേൾക്കുമ്പോൾ നോട്ട്ബുക്കും പേനും കൈവശം ഒപ്പം വെക്കുന്നവർ ഒരു റിസർച്ചാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമാണ്. KMICയിൽ ഒരു 5 മണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മൾ ആകെ 2 ആളെ ചെയ്യുന്നുള്ളൂ, ആകെ 2 ആളെ ചെയ്യുന്നുള്ളൂ. ഇനി അബുസിന് പറയും, ഉസ്താദെ ഞങ്ങൾ ഓഫീസിലാണ്, നിങ്ങൾ ഓഫീസിലല്ലാത്ത നേരത്ത്. അതെന്താ, ചിലപ്പം എന്തായിരിക്കും, ചിലപ്പോൾ ബാറ്ററി തങ്ങൾ പോവാം, ചിലപ്പോൾ നമ്മൾ കുറേ കേട്ട ഒരു വയല് പറയുന്ന ഒരു ഉസ്താദ് തന്നെയായിരിക്കും. ചിലപ്പോൾ നമ്മളെ ജീവിതത്തിൽ അറിയാത്ത ഇൽമ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതിപ്പോൾ അങ്ങനെ എത്രയോ ഇൽമ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം എല്ലാം കിതാബ് നോക്കിയിട്ട് നമുക്ക് ഇല്ല. ഞാൻ അങ്ങനെ എല്ലാവരും ഒന്നും എഴുതിയേക്കലില്ല കേട്ടോ. എല്ലാവരും ഞാൻ പുസ്തകം വാങ്ങുകയാണെങ്കിൽ 3 ആളെ പുസ്തകം ഞാൻ വാങ്ങലുള്ളൂ. ഒന്ന് പൊന്മൽ ഉസ്താദിന്റെ പുസ്തകം, മറ്റൊന്ന് കോടാമ്പഴ ബാബുസ്താദിന്റെ പുസ്തകം, ചെറുച്ചോല ജലീൽ സക്കാത്ത് ഉസ്താദിന്റെ പുസ്തകം. ഇങ്ങനെ വിരലില്ല. കാരണം അത് നമുക്കോരോ വിശ്വാസമാണ്. മറ്റുള്ള പുസ്തകം മോശമാണെന്നല്ല, അല്ല നമുക്കോരോ മനസ്സിലാക്കുന്ന നമ്മൾ ആർട്ടിയിൽ തങ്ങൾ പാവാം. അവർക്കൊരു വിഷയം പറയുമ്പോൾ എവിടെങ്കിലും ഒരു കിതാബിൽ കാണാതെ അത് പറയില്ല. ചിലപ്പോൾ പ്രസംഗത്തിൽ ആ കിതാബ് പറഞ്ഞോളണം എന്നില്ല, ഒരു കിതാബിൽ കാണാതെ അത് പറഞ്ഞോളണം എന്നില്ല. ചില പ്രാസംഗികന്മാരുണ്ട്, കോതക്ക് വന്നടക്കും തൊള്ളേല് പാട്ട് അല്ലേ ശംസുദാരി മിസ്സാറെ, കോതക്ക് വന്നടക്കും തൊള്ളേല് പാട്ട് എന്ന് പറഞ്ഞ മാതിരി കിട്ടിയതൊക്കെ ഇങ്ങനെ വിളിച്ചു വന്ന ചില മൊയ്ലിയന്മാരുണ്ട്. ഞാൻ അങ്ങനത്തെ പ്രസംഗമൊന്നും മെയിൻ ചെയ്യലില്ല. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സുലൈമാ ഉസ്താദ് പറഞ്ഞൊരു ഉപദേശമാണ്, ഈ കിതാബിൽ എഴുതിയതൊക്കെ നിങ്ങൾ വിളിച്ചു പറയാൻ നിൽക്കരുത് കേട്ടോ, അതിന്റെ തഹ്കീക്കും മാഖബലും മാബായതൊക്കെയും ചിന്തിച്ചിട്ടേ പറയാവൂ. അപ്പൊ എങ്ങനെ ഇരിക്കട്ടെ, അപ്പൊ എന്ത് ചെയ്യും, ഒരു നോട്ട്ബുക്കും പേനും നമ്മുടെ കൈവശം, എന്നിട്ട് നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അത് എഴുതി വെക്കുക എന്ന മാതിരി. ആ കൂട്ടത്തിൽ വെച്ച ഒരു കാര്യം ഞാൻ പറയാണ്. മഹാനായ വടശ്ശേരി അസം മുസ്ലിയാർ
അത് ബദശ്ശേരി അസമുസ്ലിം പറയാണ്, ഉസ്താദിന്റെ ഒപ്പം ഒരിക്കൽ വിമാനയാത്ര ചെയ്യുമ്പോൾ, ഒമാനിലേക്ക് എങ്ങോട്ടോ പോകുമ്പോൾ ഒരു വിമാനയാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൽ ഓരോരുത്തരുടെ സീറ്റിലും ഹെഡ്സെറ്റ് ഉണ്ടാവില്ല അല്ലേ? നമുക്ക് ഫസ്റ്റ് ഖുർആൻ കേൾക്കേണ്ടവർക്ക് ഖുർആൻ കേൾക്കാം, മറ്റേ ഹിന്ദി പാട്ട് കേൾക്കേണ്ടവർക്ക് ഹിന്ദി പാട്ട്, അതിനൊക്കെ ഇങ്ങനെ സ്വിച്ചുകൾ ഉണ്ട് അത്ര. അവരും ഇങ്ങനെ ഞെക്കിയ ഹിന്ദിയോ ഇംഗ്ലീഷോ എന്താ വേണ്ടിച്ച. അപ്പൊ മഹാനായ നമ്മുടെ വടശ്ശേരി അസമുസ്ലിയർ ഈ ഹെഡ്സെറ്റും വെച്ചിങ്ങനെ നല്ല ഖുർആനോത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. ഖുർആനോത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ മഹാനായ AP ഉസ്താദും ഫ്ലൈറ്റിന്റെ നേരെ മുമ്പിലെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞത്ര വടശ്ശേരി അസമുസ്ലിയർ നല്ല ഖുർആനോത്താണ്, ഇതൊന്ന് കേട്ടോക്കി ഉസ്താദേ. അപ്പൊ മഹാനായ AP ഉസ്താദ് പറഞ്ഞത്, ഞാൻ ഇന്ന് വരെ ഫ്ലൈറ്റ് യാത്രയിൽ അത് ഉപയോഗിച്ചിട്ടില്ല. അതിന് ഉസ്താദ് കാരണം പറയുമ്പോ ഖുർആനോത്ത് കേൾക്കാൻ പറ്റില്ല വെച്ചിട്ടല്ല, നമ്മളത് ചെയ്യുമ്പോ സാധാരണക്കാരൻ എന്ത് ചിന്തിക്കും? ആ മൊയ്ലിയരും പാത്തിയൊക്കെയാണ് അല്ലേ? ഉസ്താദ് പറഞ്ഞൊരു വർത്താനം അതാത്തത്. നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് ഖുർആനോത്തായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ നല്ല വയലായിരിക്കും കേൾക്കുന്നത്. പക്ഷെ സാധാരണക്കാരൻ എന്ത് ചിന്തിക്കും? ആ മൊയ്ലിയരും ഫ്ലൈറ്റ് കയറിയിട്ട് വാത്തിയേക്കാണ്. അത് ഒരു മോശപ്പെട്ട പരിപാടിയാണെന്ന് അന്ന് AP ഉസ്താദ് പറഞ്ഞൊരു വർത്താനം വടശ്ശേരി അസമുസ്ലിയാരുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു. നോക്കി നിങ്ങൾ, അതാണ് മാതൃകാപരമായ ജീവിതം. ഒരു ഉഹ്റവിയായ പണ്ഡിതൻ ഞാനൊരു കാര്യം അനുവദനീയമായ കാര്യമാണെങ്കിൽ തന്നെ ഞാനത് ചെയ്യുമ്പോ അത് സാധാരണക്കാര് കാണുമ്പോ ആ മൊയ്ലിയര് ചെയ്തല്ലോ, പിന്നെന്താ അമ്മക്ക് ചെയ്താല് എന്ന് അവൾ ചിന്തിക്കും. കാരണം കാര്യങ്ങൾ അറിയാത്തവർ അങ്ങനെയല്ല വിലയിരുത്തുക, കാര്യങ്ങൾ അറിയാത്തവർ അങ്ങനെയാണ് വിലയിരുത്തുക. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. മുമ്പ് നാട്ടിലൊരു ആചാര്യണ്ടായിരുന്നു. ഈ ആചാര്യക്ക് മൊയ്ലിയമാരെങ്ങനെ ചീത്താസല പണി. ഈ ആചാര്യ ആകെ പണി മൊയ്ലിയമാരെ ചീത്താസല. അത് അയാളൊരു സ്വഭാവം. മഹാനായ നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് സക്കാഫിയലോട് പറയും, നിങ്ങൾ ഈ ജോലി ഏൽക്കുമ്പോൾ ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാലാവധി കഴിഞ്ഞ വളഞ്ഞ മിസ്വാക്ക് പല്ലിക്കണ്ടെങ്കിൽ നിങ്ങൾ അവരെ ജോലി ഏൽക്കുമ്പോൾ ശ്രദ്ധിക്കണത്തോ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞാന്നാവോ, തിരിയാത്തവർക്ക് ഇപ്പൊ നിങ്ങൾ തിരിയണ്ട. അത്ര തിരിയാ, അതായത് ഫുള്ള് തിരിഞ്ഞാൽ നിങ്ങൾക്കും വിഷമാവും. കാലാവധി കഴിഞ്ഞ എന്ത് വളഞ്ഞ മിസ്വാക്ക് പല്ലിക്കണ്ടെങ്കിൽ, കാരണം ഓലക്കൊണ്ട് ആ നാട്ടിൽ ജോലി ചെയ്യാൻ വിഷമേക്കാരം. ഓല ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കണത്തോണ്. പൊന്മൽ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, ഈ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആചാര് സാധാരണക്കാരനായ ആചാര് ഓയിൽ മുന്തേറ്റ് തലയെ കെട്ടിയ ഓനെ ശ്രദ്ധിച്ചോളോ കിട്ടോ. കാരണം ഓനെ കൊണ്ടേക്കാലം മൊയ്ലിയന്മാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ഏതോ ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ഈ ആചാര്യക്ക് മൊയ്ലിയന്മാരെ കുറ്റം നോക്കാൻ പറഞ്ഞു. അങ്ങനെ ജുമാസ്കാരം കഴിഞ്ഞേക്ക് ഒരു മൊയ്ലിയെത്തി നീച്ചിന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ജുമാക്ക് സലാം വീട്ടി. സലാം വീട്ടിയ ഉടനെ എന്താക്കി 2 റക്അത്ത് നിസ്കരിക്കുക. സലാം അങ്ങത്ത് വീട്ടിയേക്ക് ആചാര്യ അങ്ങത്ത് ചൂടായി ഈ മൊയ്ലിയരോട്. കാരണം ആചാര്യക്ക് ഇങ്ങനെ മൊയ്ലിയന്മാരോട് ചൂടാവാനുള്ള ചാൻസ് ഇങ്ങനെ നോക്കി നടക്കാൻ പോയി. ഈ മൊയ്ലിയത്തിലെ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞപ്പോ ആചാര്യ അങ്ങത്ത് ചൂടായി. എന്താ ചൂടായത്? നിങ്ങളെപ്പോലത്തെ മൊയ്ലിയന്മാര്, നിങ്ങൾക്ക് വിക്രല്ല നേരല്ല, ദ്വാരിക്കാൻ നേരല്ല, അങ്ങത്തില്ല നിങ്ങൾക്ക് എന്താ അത്ര വേജാതെന്നും പറഞ്ഞിട്ട് ഈ മൊയ്ലിയത്തിനോട് അലോക്കിന്റെ ഒച്ചയും വിളി ആചാര്യ ഈ വെള്ളിയാഴ്ച ജുമാക്കേ. അതിന് മൊയ്ലിയത്തി പൊന്നാര ആചാര്യ, ഞാൻ അസറിനെ ജുമയോട് കൂടെ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുക. ആചാര്യ നിങ്ങൾക്ക് അറിയോ, ഞാൻ യാത്രക്കാരനാണ്. അപ്പൊ ഞാൻ ജമ്മാക്കി നിസ്കരിക്കുമ്പോ അവിടെ മസ്അല എന്താ ഉള്ളത് അറിയോ? ഒന്നാമത്തെ നിസ്കാരത്തിന്റെ ശേഷമുള്ള വിക്റും തസ്ബീഹും രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ശേഷം കൊണ്ടുവരണമെന്നാണ്. പിന്നെ അവതൊരു മസ്അല വേറെ എന്തിട്ടോ, അത് രണ്ടും വെവ്വാറെ കൊണ്ടുവരണോ ഒറ്റ പ്രാവശ്യം കൊണ്ടുവന്നാൽ മതിയോ എന്നൊരു ചർച്ച വേറുണ്ട്. കൂട്ടത്തിലൊരു മസ്അല, അതായത് ളുഹുറും അസറും ഒരാൾ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് വേണം? ളുഹുർ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അസർ നിസ്കരിക്കണമല്ലോ, സമയം കൂടുതലാവാൻ പാടില്ലല്ലോ. അപ്പൊ ളുഹുറിന്റെ ശേഷമുള്ള സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഈ 33നെ അസർ നിസ്കരിച്ചതിന് ശേഷമാണ് ഇനി കൊണ്ടുവരേണ്ടത്. അപ്പൊ അസറും നിസ്കരിക്കുമ്പോ ഞാൻ അസറിന്റെ ദിക്റുണ്ട് അല്ലെ? അപ്പൊ ളുഹുറും അസറും മുന്തിച്ച് ജമ്മാക്കി ഇനി അസർ നിസ്കാരം കഴിഞ്ഞ് ദിക്റും തസ്ബീഹും കൊണ്ടുവരുമ്പോ 66 സുബ്ഹാനല്ലാഹ് പറയണോ 33 സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ മതിയോന്ന്? ലാഭം നിങ്ങൾക്ക് ഏതാ തോന്നുന്നു?
നമുക്ക് ലാഭമല്ലേമ കൂടില്ല, ലാഭമല്ലേമ നമുക്കിത് കൂടാ. അങ്ങനെ ഒരു അവസ്ഥ അവിടെ നടക്കുന്നുണ്ട്. ഏതോ ഇരിക്കട്ടെ, മൊയിലിയാത്തിയാണു ആചാര്യ നിങ്ങൾ ചൂടാവല്ലേ, ആചാര്യ നിങ്ങൾ ചൂടാവല്ലേ, ഞാൻ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കാണ്, നിക്കത് ജുമാസ്കാരം കഴിഞ്ഞേക്ക് നിക്കത് ചെല്ലാൻ പറ്റൂല, അത് കഴിഞ്ഞിട്ടാ ചെല്ലാന്ന്. പിന്നെ ആചാര്യ ദുന്യാവിൽ ഒരു മൊയിലേറ്റും പിന്നെ ചൂടായിട്ടില്ല എന്നാണ്. അപ്പൊ ഏതോ ഇരിക്കട്ടെ, ഒരു യഥാർത്ഥ ഉഹ്റവിയായ പണ്ഡിതന്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഒരു സാധാരണക്കാരന് തെറ്റുധാരണ വരുന്ന കാര്യം പോലും അവന്റെ ജീവിതത്തിൽ വരാതെ ശ്രദ്ധിച്ച് ജീവിക്കുക. അതാണ് ഉഹ്റവിയായ പണ്ഡിതന്മാർ. അല്ലാഹു തആല അത്തരം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉസ്താദന്മാരെയും നേതാക്കന്മാരെയും അല്ലാഹു തആല പൊരുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞ ജനങ്ങൾ 4 വിഭാഗം. ഒന്ന്, നാവുമില്ല ഹൃദയവുമില്ല. അള്ളാഹു അത്തരക്കാരെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അത്തരക്കാരെ നന്നാക്കിയെടുക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക്, അവരുടെ ആ തിന്മകളിൽ അകപ്പെടാതെ അവർക്ക് നന്മകളുടെ വഴികൾ പറഞ്ഞു കൊടുത്ത് അവരെ നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു കഴിവ്, ഒരു ഹിക്മത്ത്, ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. രണ്ടാമത്, നാവുണ്ട് ഹൃദയമില്ല. അത്തരം വിഭാഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തത്, നാവില്ല ഹൃദയമുണ്ട്. അതാണ് സാധാരണക്കാരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾ. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മുടെ കുടുംബമിത്രാദികളെയും നമ്മെയും പൊരുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. നാലാമത്തെ വിഭാഗം, നാവുമുണ്ട് ഹൃദയവുമുണ്ട്. അവരുടെ ഹൃദയം അവർ സംശുദ്ധമാക്കുന്നു, അവരുടെ ശരീരം നല്ലവരാക്കാൻ, അവരുടെ ആത്മാവ് രക്ഷപ്പെടാൻ ആവശ്യമായ ഇബാദത്തുകളൊക്കെയും അവർ സ്വന്തമായി ചെയ്യുന്നു. അതോടൊപ്പം മറ്റുള്ള തിന്മകളുടെ അഖിലുകാരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു. അഥവാ ഉഹ്റവിയായ പണ്ഡിതന്മാർ. ആ ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ ക്ലാസ് റൂമിലുള്ള എല്ലാ ഉസ്താദന്മാരെയും നമ്മുടെ നേതാക്കന്മാരെയും നമ്മുടെ ആലിമീങ്ങളൊക്കെ അല്ലാഹു തആല പൊരുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ ഒരു ഖിലാഫുൽ ഔല പോലും, നന്മക്ക് ഒരു അദബിനെതിരായ ഒരു കാര്യം പോലും വരൂലാന്നാണ്. ഒരു ബറക്കത്തിന് വേണ്ടി ഒന്നും കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ മഹാനായ കരിങ്കപ്പാറ ഉസ്താദിനൊന്നും സാധാരണക്കാർക്ക് അങ്ങനെ അറിഞ്ഞോളണമെന്നില്ല. കാരണം കരിങ്കപ്പാറ ഉസ്താദിനൊക്കെയും ആലിമീങ്ങൾക്കാണറിയാം. നമ്മുടെ മഹാനായ കുണ്ടൂർ ഉസ്താദ് ഓതിയിരുന്നത് കരിങ്കപ്പാറ ഉസ്താദിന്റെ അടുത്താണ്. കരിങ്കപ്പാറ ഉസ്താദ് നമ്മുടെ ഷഹീദക്കറിയാൻ ഓലക്കനാദിന്റെ അടുത്താണ്. കരിങ്കപ്പാറ ഉസ്താദിന്റെ അടുക്കൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ആ മുത്തഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളോട് മാത്രം, അഥവാ മഹാനായ കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, കുണ്ടൂർ ഉസ്താദിനോട് മുത്തഅല്ലിമായി ജീവിക്കുന്ന കാലത്ത് തന്നെ ചാപ്പനങ്ങാടി ബാപ്പോയിലേരി പാപ്പാന്റെ അടുത്ത് പോയിട്ട് ആത്മീയമായും പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അത് അപ്പോ തെരീക്കത്തൊന്നും എല്ലാവർക്കും ബാധകല്ല, എല്ലാവരും തെരീക്കത്തിന്റെ അഖിലുകാരായി ജീവിക്കേണ്ടവരല്ല എന്നതിലേക്കൊക്കെയും, തെരീക്കത്ത് വേണം, പക്ഷെ എല്ലാവരും ആ മേഖലയിലൂടെ മാത്രം ജീവിച്ച് മുന്നേറേണ്ടവരല്ല എന്നതിലേക്കൊക്കെയും ഒരു പാദം അതിലുണ്ട്. ഞാൻ പറയുന്ന ആ കരിങ്കപ്പാറ ഉസ്താദിന്റെ ഒരു സ്വഭാവമാണ്. അതേമായിക്കന്നെ നന്നമ്പല സൈദാലി മുസ്ലിയാർ ഒക്കെ വലിയ മഹാന്മാരായിരുന്നു. നമ്മളൊക്കെ നോക്കി അവരുടെയൊക്കെ ഉഹ്റവിയായ പാണ്ഡിത്യത്തിന്റെ ആ ഇൽമിന്റെ ഒരു അവസ്ഥ ഞാൻ പറയുന്നത്. അവരൊക്കെ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടായിരുന്നു വെള്ളം കുടിച്ചിരുന്നത്. അതേമാതിരി വെറും വെള്ളം അവർ കുടിക്കാറില്ല. എന്റെ തീറ്റയോടുള്ള താല്പര്യമല്ല, ഖുർആനിനോടൊരു അദബ് അവർ പാലിച്ചു എന്നാണ്. ഖുർആനില് എവിടെയും തിന്നുക കുടിക്കുക എന്നാണ് പറഞ്ഞത്. തിന്നുക കുടിക്കുക. അപ്പൊ ഖുർആനിനോടുള്ള അദബ് എന്താ? തിന്നാൻ പറഞ്ഞിട്ടാണ് ഖുർആൻ കുടിക്കാൻ പറഞ്ഞത്. അപ്പൊ വെറും കുടിക്കാനുള്ളത് ഖുർആനിനോദിന്റെ ആയത്തിനോടൊരു അദബുകേടാണ്. കുടിച്ചിട്ട് തിന്നുക എന്നുള്ളതും ഖുർആനിന്റെ ആയത്തിനോട് ഒരു അദബുകേടാണ്. നോക്കി, ഞാൻ അവരുടെ ജീവിതത്തില്
ഒരു ചെറിയ അദബുകേട് പോലും വരരുത് എന്നാണ് അവർ ചിന്തിച്ചത്. അതാണ് നാവും ഹൃദയവുമുള്ളവര്. അള്ളാഹു അവരുടെക്കും ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തീർക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് നജസിന്റെ ഒരു മസാല പറഞ്ഞ് ഒരു പോയിന്റും പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. വെള്ളം നജസ് ശുദ്ധീകരിക്കാൻ അല്ലെ വെള്ളം വേണം.